ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇന്ന് സിന്ധു ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കണേ കേട്ടോ. എൻ്റെ വീടിൻ്റെ ഓണറാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കണതാ കുഞ്ഞിനെ നോക്കാനായിട്ട്. ചേച്ചി ഒരു ഇടം വരെ പോയേക്കും കേട്ടോ. എൻ്റെ മൂത്ത മോനായിട്ടത്, അവനിന്ന് സ്കൂളിൽ പോയില്ല. പിന്നെ ഇത് കുഞ്ഞാവ, ഇത് റിച്ചിക്കുട്ടൻ. ഈ റിച്ചിക്കുട്ടനെ നോക്കാനായിട്ടാണ് ഞാൻ വന്നേക്കണേ. റിച്ചിക്കുട്ടന് കൊച്ചി TV വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇന്ന് സിന്ധു ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കണം കേട്ടോ, കുഞ്ഞാവിനെ നോക്കാനായിട്ട്. പൊട്ട് ശരിക്കല്ലോ, സാധാരണ ഞാൻ പൊട്ടൊന്നും അങ്ങനെ കുത്താറില്ല കേട്ടോ. പൊട്ട് ഇങ്ങനെയല്ല ഇരിക്കണേ. അപ്പം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഇത് ഞങ്ങളുടെ വീടല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ ഓണർ. അപ്പോൾ ആ വീട്ടിൽ ഞാൻ വന്നേക്കണതാ കുഞ്ഞുവാവിനെ നോക്കാനായിട്ട്. ചേച്ചി ഇന്നിടം വരെ പോയേക്കുക. ചേച്ചിയുടെ മോൻ്റെ കുഞ്ഞാട്ടോ അത്, റിച്ചിക്കുട്ടൻ. അപ്പോൾ കൊച്ചിനെ നോക്കാനായിട്ട് ഞാൻ വന്നതാട്ടോ ഇവിടെ. അപ്പോൾ ചേച്ചി പോയപ്പോൾ പിന്നെ കുറച്ച് വേറെ പണിയുണ്ടായിരുന്നു. കുഞ്ഞിന് കുറുക്ക് കൊടുത്തു, കിടത്തി ഉറക്കി കഴിഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ, കിടത്തി ഉറക്കിയത് മാത്രമേ അറിയാവുള്ളൂ. ആ സെക്കൻഡിൽ തന്നെ കുഞ്ഞ് എഴുന്നേറ്റു. ആ സെക്കൻഡിൽ തന്നെ. അത്രേ ഉള്ളൂ ഇവിടുത്തെ കുഞ്ഞുവാവയുടെ ഉറക്കം. പിന്നെ എനിക്ക് 3 പിള്ളേരുണ്ട്. മൂത്ത മോനെയാണ് ഇപ്പോൾ കാണിച്ചത്. രണ്ടാമത്തെ മോള് അംഗൻവാടി പോയേക്കുക. പിന്നെ ഒരു രണ്ടാമത്തെ മോള് 2-ൽ, മൂന്നാമത്തത് മോന, അത് അംഗൻവാടി പോയേക്കുക. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ എനിക്കിവിടെ കുഞ്ഞ് ശരിക്കും ഉറങ്ങിയിട്ടില്ല. കുറുക്ക് കൊടുത്ത് കിടത്തി ആ സെക്കൻഡിൽ തന്നെ കുഞ്ഞ് എഴുന്നേറ്റു. ഇനി കുഞ്ഞിന് ഇച്ചിരി ചോറും കിഴങ്ങും അടിച്ചു കൊടുക്കും. 1 വയസ്സായ കുഞ്ഞാട്ടോ. അപ്പോൾ അത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ചിലപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷം. പിന്നെ ഇവിടെ ഒരു പാവയ്ക്ക, 3-4 കുഞ്ഞ് പാവയ്ക്ക ഇരിക്കുന്നുണ്ട്. അത് ഈ തോട്ടത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുക കയ്പ്പ് പോകാനായിട്ടേ. അപ്പോൾ അതൊരു ക്യാരറ്റും കൂടെ ഇട്ട് അത് തോരനുണ്ടാക്കി വെക്കണം. അരി ഞാൻ കുക്കറിൽ ഇട്ടേക്കുക. പിന്നെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ വീട്ടിലെനിക്ക് കുറച്ച് പണികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ചോറ് വെക്കണം, കറി വെക്കണം, അടിച്ചു വാരണം. അങ്ങനെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാ പണിയും കഴിച്ചിട്ട് എനിക്ക് പറ്റില്ല വെളുപ്പിന് എഴുന്നേൽക്കാം. ഞാനൊരു 6-7 മണിയൊക്കെ ആകുമ്പോഴായിട്ട് ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. പിന്നെ വീട്ടിൽ ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. ഇവിടെ 8 മണിയായപ്പോൾ വന്നു. ഞാൻ 8:05 ഇനി ചെന്നിട്ട് വേണം വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ. പിന്നെ കാണുന്നവർ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു. എനിക്ക് ഇത്രയൊക്കെ ആയിട്ട് പറയാനേ അറിയുള്ളൂ, കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. നല്ല രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ പരിമിതി വെച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇട്ടേക്കണത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.